നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നെക്സ്റ്റ് മോഡ്യൂൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മോഡ്യൂളിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും ലെഡ്ജേഴ്സിനെ പറ്റിയിട്ട്. ലെഡ്ജർ എന്താണ്, നമ്മളോട് കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്താണെന്ന് പഠിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ വേഗത്തിൽ പറഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ആദ്യം അതിന് മുൻപായിട്ട് നമ്മൾ എന്താണ് ജേണൽ എന്ന് നോക്കാം. ജേണൽ അഥവാ മലയാളത്തിൽ നാൾവഴി എന്നൊക്കെ പറയും. ജേണലിന്റെ കുറച്ചുകൂടെ വലിയൊരു വേർഷൻ ആണ് എന്ത്, ലെഡ്ജർ എന്ന് പറയുന്നത്. ഇപ്പൊ ജേണൽ എന്ന് പറയുമ്പോൾ ഇടപാടുകൾ അവ സംഭവിക്കുന്ന ക്രമത്തിൽ ഒന്നിനു പുറകെ ഒന്നായി രേഖപ്പെടുത്തുന്ന യഥാർത്ഥ രേഖയുള്ള പുസ്തകമാണ് ജേണൽ. അതായത് ഇടപാടുകൾ, ഒരാൾ പൈസ തന്നു, ഒരാൾ പൈസ വാങ്ങി, ഇതിനെ നമ്മൾ കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ രേഖപ്പെടുത്തുന്നതിനെ നമ്മൾ ജേണൽ എന്ന് വിളിക്കും. ബിസിനസ് ഇടപാടുകൾ ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്ക് എന്താ, ജേണൽ ആണ്, അല്ലയോ? ആദ്യം ബിസിനസ് ഇടപാട് രേഖപ്പെടുത്തുന്നതാണ് ജേണൽ എന്ന് പറയുന്നത്. അപ്പം സോഴ്സ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രഥമ രേഖയുടെ ബുക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്, നമ്മുടെ ജേണൽ ആണ്. പ്രഥമ രേഖ, അതായത് പ്രൈമറി ബുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ജേണലിംഗ് എന്ന് പറയുമ്പോൾ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ജേണലിംഗ് എന്ന് വിളിക്കാം. ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ഇടപാടുകൾ ക്രെഡിറ്റും ഡെബിറ്റും ഒക്കെ വേർതിരിച്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതാണ്, അല്ലയോ? ഇവിടെ ഒരു ജേണലിന്റെ മാതൃകയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തീയതിയുണ്ട്, പിന്നെ വിശദാംശങ്ങൾ, ഡീറ്റെയിൽസ് ഉണ്ട്. LF എന്ന് പറയുന്നത് ഒരു പോർഷൻ ഉണ്ട്, LF എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇത്രയും കോളംസ് ആണ് ഇതിനകത്തുള്ളത്. ഒരു ജേണലിലെ ആദ്യത്തെ കോളം ഇടപാട് നടന്ന തീയതി കാണിക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള കോളം. ഇതിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിന്റെ പേര് ആദ്യ വരിയിൽ ഇടതുവശം ചേർന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതിനായിട്ട് ആ വരിയുടെ അവസാനം വലതുവശത്തായിട്ട് DR എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ഓക്കെ, DR എന്ന് രേഖപ്പെടുത്തിയിരിക്കും. രണ്ടാമത്തെ വരിയിൽ ഇടതുവശത്ത് കുറച്ച് അകലം നൽകി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് 2 എന്ന മുൻകുറിപ്പോടെ എഴുതുന്നു. അപ്പൊ അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി എന്താണ് ജേണൽ എന്നുള്ളത്. ഇനി നമുക്ക് ലെഡ്ജറിനെ പറ്റിയിട്ടാണല്ലോ അറിയാനുള്ളത്. ജേണലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സമാന സ്വഭാവമുള്ള ഇടപാടുകൾ തരംതിരിച്ചെഴുതുന്ന ഒരു അക്കൗണ്ട് ബുക്കാണ് ലെഡ്ജർ. അപ്പൊ ലെഡ്ജർ എന്താ പറഞ്ഞിരിക്കുന്നത്, ലെഡ്ജർ ഈസ് ദി മെയിൻ ബുക്ക് ഓഫ് അക്കൗണ്ട് ഇൻ വിച്ച് ഓൾ ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ് ആർ റെക്കോർഡഡ് ഇൻ എ ക്ലാസിഫൈഡ് ആൻഡ് സമ്മറൈസ്ഡ് മാനർ. ഇവിടെ കണ്ടോ, ക്ലാസിഫൈഡ് സമ്മറൈസ്ഡ് മാനറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇവിടെ ജേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം എഴുതി വെക്കും. ലെഡ്ജറിലേക്ക് വരുന്ന സമയത്ത് അവിടെ തരം തിരിച്ചെഴുതും, എന്തിന്റെയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി എഴുതുന്നു. അതുകൊണ്ട് ഇതിനൊരു പേരുണ്ട്, ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്നറിയപ്പെടുന്നത് ആരെയാണ്, ലെഡ്ജറിനെയാണ്. പ്രൈമറി എൻട്രി ഏതാ, ജേണൽ ആണ്. ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്നറിയപ്പെടുന്നത് ലെഡ്ജർ ആണ്. കാരണം എന്താ, ലെഡ്ജറിനകത്ത് നമ്മള് ജേണലിൽ നിന്നും എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ് എഴുതുന്നത്. ഇന്നതിൻ്റെത് മാറ്റി മാറ്റി എഴുതും. ഇപ്പൊ സെയിൽസ്, പർച്ചേസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സെയിൽസിന്റെ മാത്രം സെയിൽസിനകത്ത് വരും, അതുപോലെ പർച്ചേസിന്റെ മാത്രം പർച്ചേസിനകത്ത് എടുത്തെഴുതുന്ന ലെഡ്ജർ ആണ്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് നമ്മൾ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്നോ സെക്കൻഡറി എൻട്രി എന്നോ ഒക്കെ ഇതിനെ അറിയപ്പെടാൻ കാരണം. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ മാതൃക. തീയതി, ഇവിടെ DR എന്ന് കണ്ടോ, DR എന്നത് വലതുവശത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഡെബിറ്റ് സൈഡിനെയും. CR എന്നത് ക്രെഡിറ്റ് സൈഡ്, അത് ഇടതുവശത്താണ് CR, ക്രെഡിറ്റ് സൈഡിനെയും സൂചിപ്പിക്കുന്നു. തീയതി, വിശദാംശങ്ങൾ, JF, തുക. ഇപ്പുറത്തെ ക്രെഡിറ്റിനകത്ത് തീയതി, വിശദാംശങ്ങൾ, JF, തുക. അങ്ങനെ ഡെബിറ്റ് ഇന്നേ സൈഡിലും ക്രെഡിറ്റ് അപ്പുറത്തെ സൈഡിലും. അത് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജറും നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് ഇവിടേക്ക് വരാം. അപ്പൊ ലെഡ്ജർ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ലെഡ്ജർ എന്തിനു വേണ്ടിയിട്ടാണ്, ടു റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ അണ്ടർ അപ്രോപ്രിയേറ്റ് അക്കൗണ്ട് ഹെഡ്. ക്യാഷ്, ക്യാപിറ്റൽ, റെന്റ്, സാലറി, ഇങ്ങനെ ഓരോന്നിന്റെ പേര് വ്യത്യസ്തമായിട്ട് എഴുതി അതിന്റെ അടിയിലായിട്ടാണ് ഓരോന്നും രേഖപ്പെടുത്തുന്നത്. നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫൈനൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ലെഡ്ജർ. ഇവിടെ ടൈപ്സ് ഓഫ് ലെഡ്ജറിനെ പറ്റിയിട്ട് പറയണം. ഒന്ന് ജനറൽ ആയിട്ടുള്ള ലെഡ്ജർ ഉണ്ട്, അതായത് ഓൾ മെയിൻസ് അക്കൗണ്ട്. ജനറൽ ലെഡ്ജറിനകത്ത് എന്ത് വരും, അസറ്റും ലയബിലിറ്റിയും ഇൻകവും എക്സ്പെൻസും ക്യാപിറ്റലും എല്ലാം ഒറ്റ അക്കൗണ്ടിലാണ്.
കണ്ടെയ്ൻസ് ഓൾ മെയിൻ. ഈ ജനറൽ ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം കാണും. അസറ്റും ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാപിറ്റൽ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള മെയിൻ അക്കൗണ്ട്സ് എല്ലാം അടങ്ങിയിട്ടുള്ളത് ജനറൽ ലെഡ്ജറിനകത്താണ്. ഇവിടെയാണ് നമ്മൾ ട്രയൽ ബാലൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ട്രയൽ ബാലൻസും ഒക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജനറൽ ലെഡ്ജർ ആണ്. കാരണം എന്താ, അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഇനി സെയിൽസ് ലെഡ്ജർ എന്ന് പറയും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ലെഡ്ജർ എന്ന് പറയും. അതിനകത്ത് അക്കൗണ്ട് ഓഫ് ഓൾ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്, എന്തിനെ പറ്റി കാണും, ക്രെഡിറ്റ് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടുകളെ പറ്റിയിട്ടെല്ലാം സെയിൽസ് ലെഡ്ജറിനകത്ത് കാണും. ഹൗ മച്ച് ഈച്ച് കസ്റ്റമേഴ്സ് ഓസ് എന്ന് പറയുന്നത് സെയിൽ ലെഡ്ജറിനകത്തായിരിക്കും. പർച്ചേസ് ലെഡ്ജറിന്റെ മറ്റൊരു പേരാണ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ. ഓക്കെ, ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ കണ്ടെയ്ൻസ് അക്കൗണ്ട് ഓഫ് ഓൾ ക്രെഡിറ്റ് സപ്ലയേഴ്സ്. അവിടെ ക്രെഡിറ്റ് സപ്ലയേഴ്സിന്റെ അക്കൗണ്ട് എല്ലാം പർച്ചേസ് ലെഡ്ജറിലും, ക്രെഡിറ്റ് കസ്റ്റമേഴ്സിൻ്റെതായിട്ടുള്ളതെല്ലാം ഡെപ്റ്റേഴ്സ് ലെഡ്ജർ അഥവാ സെയിൽസ് ലെഡ്ജറിനകത്താണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, എനിക്കറിയാം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. 3 ടൈപ്പ് ലെഡ്ജർ ഉണ്ട്. ജനറൽ ലെഡ്ജറിനകത്ത് എല്ലാ മെയിൻ അക്കൗണ്ട്സും ഉള്ളതാണ്. സെയിൽസ് ലെഡ്ജർ എന്ന് പറയുമ്പോൾ അവിടെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട്സ് ആണുള്ളത്. അതുപോലെ ക്രെഡിറ്റ് സപ്ലയേഴ്സിന്റെ അക്കൗണ്ട്സ് ആണ് പർച്ചേസ് ലെഡ്ജറിൽ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി എക്സാമ്പിൾ ഇത് എങ്ങനെയാണ് ഇത് കാണിക്കുന്നത് നോക്കിയേ. ഇവിടെ ഡേറ്റ് ഇട്ടു, നമ്മൾ ഇവിടെ പർട്ടിക്കുലർ എഴുതി, അതായത് ക്യാപിറ്റൽ എന്ന് പറയുന്ന രീതിയിൽ എഴുതി. ഡെബിറ്റ് 50,000, ക്രെഡിറ്റ് ഇല്ല, ഡെബിറ്റ് ആണ് ഇവിടെ. 5/4 ഇവിടെ 10,000 രൂപ ഡെബിറ്റ്. അതുപോലെ റെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ക്രെഡിറ്റ് ആണ് അല്ലെ, റെന്റ് ക്രെഡിറ്റ് ആണ്, അത് 10/4. അപ്പം 50,000-ഉം 10,000-ഉം റിസീവ്ഡ് ആയിട്ടാണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഡെബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ്, ഇങ്ങോട്ട് കിട്ടുന്നതാണ്. 50,000-ഉം 10,000-ഉം നമുക്ക് ഇങ്ങോട്ട് വന്നു, ദാറ്റ് ഈസ് കോൾഡ് ഡെബിറ്റ് സൈഡ്. 5,000 രൂപ നമ്മൾ പെയ്ഡ് ചെയ്തു, കൊടുത്തു, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക എന്നാണ്, ഡെബിറ്റഡ് ആണ് കിട്ടുക, റിസീവ്ഡ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ലെഡ്ജർ എൻട്രി നടത്താറുള്ളത്. ഇനി സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ട്. അപ്പൊ ലെഡ്ജർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a system of accounting in which each subsidiary ledger is maintained with its own control account, allowing it to independently balance without depending entirely on the general ledger. ജനറൽ ലെഡ്ജറിൽ എന്തൊക്കെയുണ്ട്? എല്ലാം ഉണ്ട് അല്ലെ, എല്ലാം അതിനകത്തുണ്ട്. നമുക്ക് എല്ലാം വേണ്ട, എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും. അത് മാറാൻ വേണ്ടിയിട്ട് ഓരോ സബ്സിഡിയറി ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കൺട്രോൾ ഓഫ് അക്കൗണ്ട് താഴെ പറയുന്നുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചേക്ക, ഓരോ സെക്ഷന് വേണ്ടിയിട്ടും ഓരോ സബ്സിഡിയറി ലെഡ്ജർ നമ്മൾ വെച്ച് പോകുന്നതിനെയാണ് നമ്മൾ സെൽഫ് ബാലൻസ് ലെഡ്ജർ എന്ന് വിചാരിക്കുന്നത്. അത്രയും ഒന്ന് ഓർക്കാമല്ലോ. അതായത് ജനറൽ ലെഡ്ജറിനകത്ത് എല്ലാം ഉണ്ട്, അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലാവില്ല. ട്രയൽ ബാലൻസ് എഴുതുമ്പോൾ തെറ്റിപ്പോവും. അപ്പം ഒരുപാടങ്ങ് കുഴഞ്ഞു കിടക്കുകയാണ് ജനറൽ ലെഡ്ജർ. പക്ഷെ നമുക്ക് അവിടെ എറേഴ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, കുറച്ചുകൂടെ ആക്യുറേറ്റ് എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഓരോന്നിനും നമുക്ക് ഓരോ സബ്സിഡിയറി ലെഡ്ജർ വെച്ചാൽ എളുപ്പമല്ലേ. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ബാലൻസ് ലെഡ്ജർ. ഓരോന്നിനും ഓരോ ലെഡ്ജർ വെക്കുക. ഓക്കെ, സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ സെൽഫ് ബാലൻസ് ലെഡ്ജേഴ്സ് ആർ സബ് ലെഡ്ജേഴ്സ് that are equipped with their own double entry system so they can balance internally. ഓരോ സെക്ഷൻ തിരിച്ചിട്ട് ഓരോന്നിനും ക്രെഡിറ്റും ഡെബിറ്റും ചേർത്ത് ഓരോ സെക്ഷനെയും മാറ്റി എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇനി ജനറൽ ലെഡ്ജർ എന്താണെന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഇതൊരു മെയിൻ അക്കൗണ്ടിങ് റെക്കോർഡാണ്. ബിസിനസിന്റെ മെയിൻ അക്കൗണ്ട്സുകൾ എല്ലാം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് വേണമെങ്കിലും വിളിക്കാറുണ്ട്. ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് വിളിക്കുന്നത് ആരെയാണ്? ജനറൽ ലെഡ്ജറിനെയാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കൺട്രോൾ അക്കൗണ്ട്. നമ്മളിപ്പം ഈ സെൽഫ് ബാലൻസിങ് ലെഡ്ജറിനകത്ത് നമ്മൾ കൺട്രോൾ അക്കൗണ്ടിനെ പറ്റിയിട്ട് പറഞ്ഞു. എന്തായി കൺട്രോൾ അക്കൗണ്ട് എന്ന് നോക്കാം. എ കൺട്രോൾ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് ഇൻ ദി ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറിലുള്ള ഒന്നാണ് കൺട്രോൾ അക്കൗണ്ട്. ദാറ്റ് സമ്മറൈസസ് ദ ടോട്ടൽ ബാലൻസ് ഓഫ് എ റിലേറ്റഡ് സബ്സിഡിയറി ലെഡ്ജർ. സബ്സിഡിയറി ലെഡ്ജർ ആരാ? സെൽഫ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത മനസ്സിലായോ? സെൽഫ് ബാലൻസിങ് ലെഡ്ജർ ആണ് സബ്സിഡിയറി വരുന്ന ലെഡ്ജർ. സബ്സിഡിയറി ലെഡ്ജർ ഏതാണ്? സെൽഫ് ബാലൻസിങ് ആണ്. അപ്പം കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ലെഡ്ജറിനകത്ത് വരുന്ന ഒന്നാണ്. അതിനകത്ത് എന്ത് കാണും? സബ്സിഡിയറി ലെഡ്ജറിന്റെ സമ്മറൈസേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ബാലൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായോ? കൺട്രോൾ ഓഫ് അക്കൗണ്ട് ഈസ് ദ അക്കൗണ്ട് ഇൻ ദി ജനറൽ ലെഡ്ജർ ദാറ്റ് സമ്മറൈസ് ദി ടോട്ടൽ ബാലൻസ് ഓഫ് എ റിലേറ്റഡ് സബ്സിഡിയറി ലെഡ്ജർ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാം, സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് സമ്മറൈസസ് ഓൾ ദ ബാലൻസ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമർ അക്കൗണ്ട്. ഈ സെയിൽസ് ലെഡ്ജർ അക്കൗണ്ട് കൺട്രോളിനകത്ത് മാത്രം എന്ത് കാണും?
കസ്റ്റമറിന്റെ ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട്, സെയിൽസിനകത്തോട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണും. പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കാണും. അതാണ് ഈ കൺട്രോൾ അക്കൗണ്ട്. ഓരോ സബ്സിഡിയറി ലെഡ്ജറിനകത്തെയും ടോട്ടൽ ബാലൻസ് സമ്മറൈസ് ചെയ്യുന്നതാണ് കൺട്രോൾ അക്കൗണ്ട്. ഈ സബ്സിഡിയറി ലെഡ്ജറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? സെൽഫ് ബാലൻസിങ് ലെഡ്ജർ. മനസ്സിലായോ? അപ്പം കൺട്രോൾ ഓഫ് അക്കൗണ്ടിനകത്ത് വരുന്ന ഒന്നാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് ഓർത്തു വെച്ചേക്കാം. മാക്സിമം ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. കേൾക്കുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഒന്നും കൂടെ പറയാം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒന്നും കൂടെ പറയാം. എന്താണ് നമ്മൾ ലെഡ്ജർ എന്ന് പറഞ്ഞു, ജേണൽ എന്ന് പറഞ്ഞു. ടൈപ്പ് ഓഫ് ലെഡ്ജറിനകത്ത് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. ജനറൽ ലെഡ്ജർ, സെയിൽസ് ലെഡ്ജർ, പർച്ചേസ് ലെഡ്ജർ ആണല്ലോ. ഇവിടെ ജനറൽ ലെഡ്ജറിനകത്ത് എല്ലാം കൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻസും എറേഴ്സും ഒക്കെ വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോന്നിനും സബ്സിഡിയറി ലെഡ്ജർ വെക്കുക. ഈ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്തിനകത്ത് വരും? കൺട്രോൾ അക്കൗണ്ടിനകത്താണ് വരുന്നത്. കൺട്രോൾ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? Control account is an account in the general ledger that summarizes total balance of a related subsidiary ledger. ഈ subsidiary ledgerന്റെ total balance summarize ചെയ്യുന്നു. അതാണ് കൺട്രോൾ അക്കൗണ്ട്. ഇത് ജനറൽ അക്കൗണ്ടിന്റെ ഒരു പാർട്ട്, ജനറൽ ലെഡ്ജറിന്റെ ഒരു പാർട്ടാണ്. ഈ സബ്സിഡിയറി ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ ആണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ്, സെൽഫ് ബാലൻസിങ് ലെഡ്ജറിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിവിഷൻ ഓഫ് വർക്ക്. ഓരോരുത്തർക്കും ഓരോ ഡിവിഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ? ഓരോന്നും സെയിൽസും പർച്ചേസും മാർക്കറ്റിംഗും ഒക്കെ വെവ്വേറെ എഴുതി ലെഡ്ജർ ബുക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് അലോക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, എറർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഇന്റേണലി ചെക്ക് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന്. സ്പെഷ്യലൈസേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ടൈം സേവിങ് ആണ്. മറ്റേ ഒന്ന് ആലോചിച്ചേ, കംപ്ലീറ്റ് ജനറൽ ലെഡ്ജറിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തു വെച്ച് നോക്കാന്ന് പറയുമ്പോൾ മൊത്തത്തിൽ തെറ്റും. ഇത് അങ്ങനെയില്ല, ടൈം സേവിങ് ആണ്. അതുപോലെ ലാർജ് ഓർഗനൈസേഷനിൽ ഹെൽപ്ഫുൾ ആണ്. ഓഡിറ്റ് പ്രോസസ്സിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ 3 മാർക്കിന്റെ സെക്ഷൻസ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് പറയുന്നത്. എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കുറെ കമന്റ്സ് കണ്ടു, അതുകൊണ്ടാണ് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.